ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NRN ഫാമിലി വ്ളോഗ്സ്. അപ്പം ഡേ 4 നമ്മൾ മുക്സേൽ ബീച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുക്സേൽ ബീച്ചിൽ തന്നെയാണ് മർണീഫ് കേവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേവ് പോലുള്ള സ്ഥലത്തിനെ പറയണതാണ്. അവിടെയും ഇങ്ങനെ ട്രെക്കിംഗ് പോലെയൊക്കെ ചെയ്യാനും കയറിപ്പോയി ഒരു കേവ് പോലുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. പിള്ളേരും പിന്നെ അവിടെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കും ഇതായി കുറേ നടക്കാനുണ്ടായിരുന്നു, വയ്യാതായി തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ചു ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ഷാറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം അവിടേക്ക് പോകണ വഴിയാണ് കേട്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഫുൾ പച്ചപ്പായിരിക്കും. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, കുന്നും മലകളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് റോക്ക് അങ്ങനെ മലകളായിട്ട് ഇവിടെ അധികം പച്ചപ്പില്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മൂടൽമഞ്ഞും ഇതൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ചധികം ട്രാവൽ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്കൊക്കെ ഞങ്ങൾ നല്ല വ്യൂ പോയിൻ്റ് കാണുമ്പോൾ നിർത്തി നോക്കിയിരുന്നു. ഇത് അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ പഞ്ഞി പോലെ ക്ലൗഡ്സ്, എന്താ പറയുക, ക്ലൗഡ്സ് അല്ലെങ്കിൽ മഞ്ഞാണോ എന്നറിയില്ല, അങ്ങനെ നിൽക്കണ കാണാൻ നമ്മളൊരു ഹയസ്റ്റ് പോയിന്റിലാണ് തോന്നുന്നു നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, ഫുൾ ഇങ്ങനെ പഞ്ഞി പോലെ മേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ താഴെയായിട്ടാണ് മേഘങ്ങൾ നിൽക്കുന്നത്, അങ്ങനെ തോന്നും. അപ്പോൾ അവിടെ നിന്ന് ചേട്ടനും ഞാനും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഷാട്ടിലേക്കാണ്. അപ്പം ആ ഷാട്ടിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ മൂടൽമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പോണ വഴിക്കൊക്കെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞിൻ്റെ ആ ഒരു ചാറ്റൽ മഴ പോലെ പെയ്തിരുന്നു. കുട്ടികൾ ഇങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് അവർ നല്ലോണം എൻജോയ് ചെയ്തു അത്. അപ്പോൾ നമ്മളിപ്പം ഷാട്ടിലെത്തിയപ്പോൾ എന്താ, ഫുൾ നല്ല കാറ്റും ഈ മഞ്ഞും ഒക്കെ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് അകലേക്ക് ആ ഒരു ഏരിയയിൽ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഫുൾ മഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മലയുടെ ഇടയിലായിട്ടൊരു പോയിൻ്റ്, അത് അവരിങ്ങനെ നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് നല്ല അടിപൊളിയായിട്ട് വഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് പോവാൻ നല്ല രസമായിരുന്നു. നല്ലൊരു കണ്ടില്ലേ, ഈ പാറയുടെ അടിയിൽ കൂടെ നമ്മൾ കുനിഞ്ഞിങ്ങനെ നടന്ന് പോകണം. നല്ല രസമായിരുന്നു കേട്ടോ അതിന് അങ്ങനെ പോവാനായിട്ട്. എല്ലാവരും ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് പോകണം. അങ്ങോട്ട് കയറി തുടങ്ങിയാൽ പിന്നെ തല പൊക്കാൻ പറ്റില്ല. തല പൊക്കിയാൽ നമ്മുടെ തല ഇടിക്കും. അപ്പോൾ കുറച്ചങ്ങോട്ട് ഇങ്ങനെ കുനിഞ്ഞ് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ തലമുട്ടും. അവിടുന്ന് പിന്നെ കുറച്ചങ്ങോട്ട് സ്റ്റെപ്സ് ഉണ്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് കയറിപ്പോകണം. അപ്പോൾ അങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, ഫുൾ മൂടൽമഞ്ഞാണ്. കുറച്ച് മുന്നേ നമ്മൾ വരികയായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ക്ലൗഡ്സ് പോലെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു, ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നല്ല രസമായിട്ട്. ഇപ്പോൾ പിന്നെ മഴ പെയ്യാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അത് കാരണം ആകെ ഒരു പുകമയാണ്, ആകെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഈ ഷാറ്റ് ഡെസ്റ്റിനേഷനിൽ പലരുടെയും ഞാൻ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട്. നല്ല പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പക്ഷേ ഇത് വേറൊരു വൈബ്, അത് വേറൊരു ഇത് ഇപ്പം നല്ല തണുപ്പും ഇതൊക്കെ ആയ കാരണം നല്ല രസമായിരുന്നു. കാറ്റും ഉണ്ടായിരുന്നു. അപ്പം മഞ്ഞൊക്കെ ഇങ്ങനെ മലയുടെ മേലേക്ക് വന്നു തുടങ്ങി. അതാണ് ഇങ്ങനെ ആകെ പുക പോലെ കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ മേലേക്ക് കയറി. ഇവിടെ കയറിയപ്പോൾ കണ്ടില്ലേ, അങ്ങനെ മേലേക്ക് മഞ്ഞിങ്ങനെ കയറി വന്ന് ആകെ പുകമയം പോലെയാണ്. നല്ല രസമാണ് കേട്ടോ, കാറ്റും മഞ്ഞാണ് ശരിക്കും അത്. അപ്പോൾ ഒരു ചാറ്റൽ മഴ പോലെ. അപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പം അതാണ് ഇവിടുത്തെ സലാലയിലെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. ഓരോ ടൈം ഇപ്പോൾ ഈ ഖരീഫ് സീസണിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഓരോ ടൈമിൽ ഓരോ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ ജൂണൊക്കെ ആകുമ്പോൾ വാദികളിലൊന്നും തീരെ വെള്ളം ഉണ്ടാവില്ല, അതിനുകളൊന്നും വെള്ളം ഉണ്ടാവില്ല, മഴയൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ
മഞ്ഞ് ഇതിങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ടോപ്പ് പോയിന്റിലൊക്കെ പോകുമ്പോൾ ക്ലൗഡ്സൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ജൂലൈ ആകുമ്പോഴേക്കും ചെറിയ മഴയൊക്കെ ആയി അതൊരു മഞ്ഞായി തുടങ്ങും. പിന്നെ ഓഗസ്റ്റ് ആകുമ്പോൾ ഫുൾ എനിക്ക് അതിനുകളൊക്കെ ഫുൾ വെള്ളമാവുമെന്നാണ് തോന്നുന്നത്. ഓഗസ്റ്റിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറേ പേര് അങ്ങനെ പോകും കേട്ടോ ആ ഒരു ടൈമിൽ കാണാൻ. അപ്പം നല്ല തണുപ്പും ഫുൾ ഫോഗായിരിക്കും. ഇപ്പം അവിടെ മൊത്തം ഫോഗായിരിക്കും എന്നാണ് തോന്നുന്നത് ഓഗസ്റ്റിൽ. അപ്പം ഓരോ ഇപ്പം തന്നെ ഞങ്ങളിപ്പം ഇന്നലെ 2 ദിവസം സെക്കൻഡ് ഡേ ജബൽ സംഹൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചേട്ടനും ഫാമിലിയായിട്ട് പിറ്റേ ദിവസം 5th ഡേ ഞങ്ങൾ വീണ്ടും പോയി ജബൽ സംഹനിൽ പോയപ്പോൾ എന്താ അവിടെ ഭയങ്കര ഇതുപോലെ തന്നെ ഷാറ്റ്ലെ പോലെ അതിലും കൂടുതലായിട്ട് ഭയങ്കര കാറ്റും എന്താ പറയുക ചാറ്റൽ മഴയായിട്ട് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് കാറ്റുണ്ടായിരുന്നു, പക്ഷേ മേഘങ്ങളിങ്ങനെ ആ ഒരു മലമുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവരായിട്ട് പോയപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് പോയപ്പോഴാണ് വേറൊരു വൈബായിരുന്നു അങ്ങനെ. അപ്പോൾ ഷാറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് റൈസൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. റൈസൂട്ട് അവിടെ അങ്ങനെ ബീച്ചും ഒക്കെ ആയിട്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ. അപ്പം അതും ഒരു നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു റൈസൂട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ അങ്ങനെ അതിനൊന്നും കണ്ടില്ല. ഒരു ഗ്രാമം പോലെയായിരുന്നു, ഗ്രാമപ്രദേശം പോലെയായിരുന്നു. പിന്നെ ബീച്ച് വ്യൂ ഉണ്ടായിരുന്നു, കേവ് അങ്ങനെ മലയും കേവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തൊരു പാർക്ക് കണ്ടു. അപ്പോൾ പിള്ളേർ എന്താ പാർക്ക് കണ്ടാൽ പിന്നെ വിടില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരം പിള്ളേർ പാർക്കിലൊക്കെ കളിച്ച് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. കണ്ടില്ലേ ആ ഒരു ഫുൾ എന്താ പറയുക മലകളായിട്ട് ആകെ പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ളൊരു കുറേ മലകൾ ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ. അവിടെ ഒരു മലയുടെ ഏറ്റവും കുറച്ച് ടോപ്പായിട്ട് റൈസൂട്ട് സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. പിന്നെ പോണ വഴിക്കൊരു വാദി ഉണ്ടായിരുന്നു, വാദി അഷാവക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും ഇറങ്ങിയിരുന്നു. ഈ മലയുടെ ഇടയിലൊക്കെ ഒട്ടകങ്ങളും മാനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ മൃഗങ്ങളെ കണ്ടിരുന്നു ഞങ്ങളിങ്ങനെ അകലേന്ന്. ഫുൾ പച്ചപ്പല്ലേ. അപ്പോൾ ഈ ഒരു റൈസൂട്ട് മലയുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ഹൈ, അതായത് ചൂടിൻ്റെ സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ ഒമാനിലിങ്ങനെ മലയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു രാജവെമ്പാല പാമ്പ് ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് കണ്ടിരുന്നു. അത് ഈ റൈസൂട്ടിലാണെന്ന് അങ്ങോട്ട് ആരോ പറഞ്ഞു കേട്ടു കേട്ടോ. ഇവിടെയായിരുന്നു തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞ പോണ വഴിക്ക് വാദി അഷാവക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ഇറങ്ങി കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോഴേക്കും പിന്നെ നല്ല ഈവനിങ് ആയി. ഇവിടെ പിന്നെ ഈ ഒരു ദിവസം പിന്നെ അധികം എന്താ പറയുക സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയില്ല, കാരണം എല്ലാം നല്ല അകലം ഉണ്ടായിരുന്നു.
പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് വാദി അഷാവക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, കണ്ടു. രണ്ട് മലകളുടെ ഇടയിൽ കൂടെ അങ്ങനെ ഒഴുകുന്നൊരു വാദിയും, അതങ്ങനെ ഒഴുകി പോണത് കടലിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ കുറച്ചങ്ങോട്ട് നടന്നാലും കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ പിന്നെ ആകെ ടയേർഡായിരുന്നു, ഈവനിങ് ആയല്ലോ. അപ്പം അവരും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ റൂമിലേക്ക് വിട്ടു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.